ഗാസയിൽ തൽക്കാലത്തേക്കെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. തൽക്കാലത്തേക്ക് സമാധാന അന്തരീക്ഷം ഉണ്ടാവുന്നു എന്ന് വിചാരിച്ച് നാമെല്ലാം സന്തോഷിക്കുകയാണ്. എന്നാൽ ഗാസ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മക്കൾ നഷ്ടമായവർ, മാതാപിതാക്കൾ രണ്ടുപേരുമോ ഒരാളോ നഷ്ടമായവർ, ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങൾ നഷ്ടമായവർ, അംഗവൈകല്യം സംഭവിച്ചവർ, വീട് നഷ്ടമായവർ, കൂട്ടുകാർ നഷ്ടമായവർ, നഷ്ടങ്ങൾ മാത്രം ബാക്കിയായ ഒരു ജനത ഇനി എങ്ങനെയാണ് കരകയറി വരുന്നത്? അവരുടെ വീടുകളും സ്കൂളുകളും ആരാധനാലയങ്ങളും ആശുപത്രികളും നിന്നിരുന്ന സ്ഥലം പോലും തിരിച്ചറിയാൻ കഴിയില്ല. അവരുടെ ഗ്രാമങ്ങളും പട്ടണങ്ങളും കൃഷിസ്ഥലങ്ങളും ശ്മശാന സന്നമാണ്. വാസകേന്ദ്രങ്ങളെല്ലാം, അതായത് കോൺക്രീറ്റ് സൗധങ്ങളെല്ലാം തന്നെ കോൺക്രീറ്റ് കൂനകളാവുന്ന ദയനീയമായ കാഴ്ച കണ്ണു നിറയ്ക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ, വൃദ്ധർ, ഗർഭിണികൾ ഇവരൊക്കെ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കപ്പെടണമെന്നിരിക്കെ ടൺ കണക്കിന് ഭക്ഷണ പദാർത്ഥങ്ങൾ, മരുന്ന്, വസ്ത്രം ഇതൊക്കെ പ്രോപ്പറായി വിതരണം ചെയ്യണമെങ്കിൽ ഒരു കോർഡിനേഷൻ വേണം. അത് ആര് എങ്ങനെ ചെയ്യും എന്നുള്ളത് വളരെ ഗൗരവകരമായ ഒരു പ്രശ്നമാണ്. ബില്യൺ കണക്കിന് ഡോളറുകൾ ഗാസയിലേക്ക് പമ്പ് ചെയ്യപ്പെട്ടാലേ 20 വർഷം കഴിഞ്ഞെങ്കിലും ഗാസ ഒരു മനുഷ്യവാസയോഗ്യമായ ഇടമായി മാറൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും UN-ഉം WHO-യും റെഡ് ക്രോസും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ വിചാരിച്ചാൽ സാധ്യമായ ഒരു കാര്യം തന്നെയാണിത്. പക്ഷെ എല്ലാത്തിനും അപ്പുറം ഒരു പൊള്ളുന്ന യാഥാർത്ഥ്യമുണ്ട്. എല്ലാവരും നഷ്ടപ്പെട്ട് അംഗവൈകല്യങ്ങൾ സംഭവിച്ചവർ, മുഴുവനായും ഭാഗികമായും അനാഥരായവർ, അവരുടെ വേദനകൾ അത് അവഗണിക്കാനാവില്ല. ഒരു പുനർജീവനത്തിന് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന് മാനസികമായി തയ്യാറാവാൻ ഇനി എത്ര വർഷമെടുക്കും? ഒരു യുദ്ധം കഴിയുമ്പോൾ ജയിച്ചത് മനുഷ്യനിലുള്ള പൈശാചികത മാത്രമാണ്, തോൽക്കുന്നത് മനുഷ്യത്വവും. ഹമാസിനെ അത്ര കണ്ട് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. നെതന്യാഹു ഇസ്രായേലിന് വേണ്ടി എത്ര യുദ്ധവും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഭരണാധികാരിയാണെന്നുള്ള യാഥാർത്ഥ്യം മറ്റൊരു വശത്ത്. എങ്കിലും പശ്ചിമേഷ്യയിൽ സമാധാനം തൽക്കാലത്തേക്കെങ്കിലും ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്.